Welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോ ഈസ് കംപ്ലീറ്റ്ലി ഫോർ ദ ഓൺഷോർ സ്റ്റുഡൻസ്. അതായത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളായാലും ഓൺഷോറിൽ നിന്നിട്ട് സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് അപ്ലൈ ചെയ്തോളൂ. അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് അറിഞ്ഞുകൂടാത്ത കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് അറിഞ്ഞു വന്നപ്പോൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന്. അപ്പോൾ ഇപ്പം എനിക്കതറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന വീഡിയോ ആണിത്. എനിക്ക് പണ്ട് മുതലേ അബ്രോഡിൽ പോയി മാസ്റ്റേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ആ ഒരു സമയത്ത് നടന്നില്ല. പിന്നെ ഇവിടെ വന്നപ്പം അതിനൊരു ഓപ്ഷൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഞാൻ ഓസ്ട്രേലിയ വന്നത് സ്റ്റുഡൻറ്റ് വിസ ആയിട്ടല്ല, ഡിപ്പെൻഡൻറ്റ് വിസ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 2 ഏജൻസിനോട് സംസാരിച്ചു. അതിൽ നല്ലൊരു ഏജൻറ്റിനെ മീൻസ് അവർ പറയുന്ന രീതിക്ക് പോയി. യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിന് ഇവിടെ അപ്പോൾ വലിയ റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തൊരു സമയമായിരുന്നു. അപ്പം നമുക്ക് വേണ്ടുന്നത് IELTS പോയിൻറ്റ്സ് അല്ലെങ്കിൽ PT പോയിൻറ്റ്സ് ആയിരുന്നു. അത് ഓരോ കോളേജിനും ഓരോ പോയിൻറ്റ്സാണ്, അത് വേരി ചെയ്യും. അപ്പം പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു കോളേജിൽ അവരുടെ തന്നെ ഇംഗ്ലീഷ് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരുടെ ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സായാൽ നമുക്ക് PT പോയിൻറ്റ്സ് വേണ്ടായിരുന്നു. അപ്പം പിന്നെ നമ്മൾ സ്റ്റുഡൻറ്റ് വിസ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് PT പോയിൻറ്റ്സ് വേണം. അങ്ങനെ പിന്നെ ആ കോളേജിൻ്റെ ഇംഗ്ലീഷ് ടെസ്റ്റൊക്കെ എഴുതി പാസ്സായി. COE ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഗവൺമെൻറ് പെട്ടെന്നൊരു റൂൾസ് പോലെ വന്നു. അതായത് സ്റ്റുഡൻസിൻ്റെ വിസ ക്യാൻസൽ ആവുന്നു ഈവൻ ആഫ്റ്റർ അപ്ലൈങ് സ്റ്റുഡൻറ്റ് വിസ. അതിൽ ഏറ്റവും ഇൻക്ലൂഡഡ് ആയിട്ട് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, പാകിസ്ഥാനീസ് ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് കൺട്രീസ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ COEയും ക്യാൻസലായി. എൻ്റെ COE എന്താ അവർ ക്യാൻസലാക്കിയെന്ന് വെച്ചാൽ, നമുക്കൊരു കോളേജിൽ നിന്ന് COE കിട്ടി, എന്നിട്ട് നമ്മൾ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സ്റ്റുഡൻറ്റ് വിസ ക്യാൻസലായാൽ ഇത് ഈ കോളേജിൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ലെവൽസിനെ ബാധിക്കും. അപ്പോൾ ഫസ്റ്റ് ലെവലിൽ നിൽക്കുന്ന കോളേജ് ഇങ്ങനെ കുറേ സ്റ്റുഡൻസിൻ്റെ COE ക്യാൻസലായാൽ അവരുടെ ലെവൽ ക്യാൻസലായി സെക്കൻഡ് ലെവലിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ മിക്ക കോളേജസും യൂണിവേഴ്സിറ്റിയും നമുക്ക് ഫ്രം സം കാറ്റഗറീസ് ലൈക്ക് ചില കൺട്രീസിന് വരുന്നവർക്ക് COE തരാൻ അന്ന് ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ എൻ്റെ COE ക്യാൻസലായി. പിന്നെ ഞങ്ങൾ ഏജൻറ്റ് തന്നെ വേറൊരു കോളേജിലേക്ക് അപ്ലൈ ചെയ്യായിരുന്നു ചെയ്തത്. PT പോയിൻ്റൊക്കെ അപ്പം എടുത്തു. അങ്ങനെ COE കിട്ടി. കോളേജ് സ്റ്റാർട്ട് ചെയ്തു 1 മന്തിന് ശേഷമാണ് ഞാൻ സ്റ്റുഡൻറ്റ് വിസ ലോഞ്ച് ചെയ്തത്. ഇനി സ്റ്റുഡൻറ്റ് വിസ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളും ഫണ്ട്, അത് ഓരോ കോളേജിൻ്റെ ഫീസ്. ഇപ്പോൾ നമുക്കൊരു കോളേജിന് 9500 ആണ് ഫീസെങ്കിൽ ആ ഫീസും പിന്നെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഫീസ്, പിന്നെ COE സെപ്പറേറ്റ്, COE സമയത്ത് നമ്മൾ അടയ്ക്കേണ്ട ഫീസ് സെപ്പറേറ്റ്, പിന്നെ നമുക്കിവിടെ സ്റ്റേ ചെയ്യാനുള്ള എമൗണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് നമുക്കിവിടെ ജോലിയൊന്നും ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റുന്ന ടിക്കറ്റ് ചാർജ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, മെഡിക്കൽ, അങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ട് ഒരു ഫണ്ട് നമ്മൾ കാണിക്കണം. ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ മണി 30 to 35 lakh ഓളം കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണം. അതൊന്നും ഇൻക്ലൂഡഡ് അല്ല, പക്ഷെ നമ്മൾ അതിൻ്റെ ഫോമാണ് സബ്മിറ്റ് ചെയ്യുക. ആ എമൗണ്ടൊക്കെ സെപ്പറേറ്റ് ആണ്. ഓക്കെ, അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യും സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്തിട്ട് അന്ന് എൻ്റെ ഏജൻറ്റൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് 5 to 6 months. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അവരും പറഞ്ഞത് 5 to 6 months എന്ന് അവരുടെ ഏജൻറ്റും പറഞ്ഞേക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ വെയിറ്റ് ചെയ്തു. 6 months കഴിയാറായപ്പം ചില കുട്ടികളുടെയൊക്കെ വിസ വന്നിട്ടുണ്ടായിരുന്നു, ചിലർക്ക് ക്യാൻസലായി വന്നു, പിന്നെ അവർ ATO അതായത് അപ്പീലിന് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, 6 months അല്ല, സംടൈംസ് ഇറ്റ് ടേക്സ് മോർ ദാൻ 6 months, ചിലപ്പോൾ 8 to 9 months 10 months ഒക്കെ എടുക്കും. ഈവൻ ദോ 6 months ആയി, 8 months ആയി, 9 months ആയി, നമുക്ക് പ്രത്യേകിച്ച് ചോദിക്കാൻ ആരും കാണത്തില്ല. ഇപ്പോൾ ഏജൻറ്റിനോട് ചോദിച്ചാലും അവർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ സ്റ്റുഡൻറ്റ് വിസ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഇറ്റ്സ് അപ് ടു ദം, ഇറ്റ്സ് നോട്ട് ഇൻ എനിബഡീസ് ഹാൻഡ്. അപ്പം എത്ര നാൾ കഴിഞ്ഞിട്ടാണോ വിസ വരുന്നത് അത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നതാണ്. റിസൾട്ട് വരുന്നത് അത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നതാണ്. അപ്പം എനിക്കിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. അതായത് 6 മാസം ആണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. 6 മാസം എന്നുള്ളത് ചിലപ്പോൾ 7 ആവാം, 8 ആവാം, 9 ആവാം.
ചിലപ്പോൾ 10 ആവാം, അത് നമുക്കറിയാം. ഇത് ഞാൻ ഓൺ ഷോർ സ്റ്റുഡൻസിന് വേണ്ടിയാണ് ചെയ്യുന്നത്, അല്ലാതെ ഓഫ് ഷോർ സ്റ്റുഡൻസിന് വേണ്ടിയല്ല. ഇപ്പം നമ്മൾ നമ്മുടെ കൺട്രിയിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പം, സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അത് അപ്രൂവ് ആയി കിട്ടുന്ന, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് കുറച്ച് വേഗം കിട്ടും. പക്ഷേ ഓക്കെ, അപ്പം അതെനിക്കൊന്ന് പറയണം എന്നുണ്ടായിരുന്നു. സോ ഇപ്പം ഓൺ ഷോർ സ്റ്റുഡൻസ് വെയിറ്റ് ചെയ്യുകയാണ്, വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് ഓക്കെ, നിങ്ങൾ ഓക്കെ ഈ സമയത്ത് എൻ്റെ വിസ വരും എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട. ചിലപ്പോൾ വരും, ചിലപ്പോൾ അതിന് മുന്നേ വരും. ചിലർക്ക് 4 months വരും, ചിലർക്ക് 6 months വരും, ചിലർക്ക് 9, 10, 11 ഒക്കെ പോവാറുമുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചെയ്യണം എന്ന് തോന്നി ഈ വീഡിയോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, സപ്പോർട്ട് പ്ലീസ്. ബൈ ബൈ.